5000 രൂപ വരെ പോത്തുകുട്ടിയെ കൊടുത്തു. നമ്മൾ ഇന്ന് തീർത്തും വില കുറവാണല്ലോ. തീർത്തും നമ്മുടെ രാവിലെ ആണ് മറ്റേ മാർത്താണ്ടത്താറ് അത് 5000 രൂപ. ഒരു പോത്തിന് വേണ്ടി മാത്രമല്ലേ? ഒരു പോത്തിന് വേണ്ടി വന്ന് ഒരു പോത്തടാവ് 5000 രൂപ. ഏറ്റവും ചെറുത് നല്ല കുട്ടിയായിരുന്നു. നല്ല കുട്ടിയായിരുന്നു. ബ്രീഡ് കുട്ടിയായിരുന്നു. കുട്ടിയായിരുന്നു. ഈ കാണുന്നല്ല ഇനിയിപ്പോ ഇത്രയും ബാക്കിയുള്ളന്നല്ലേ? ഇത്രയും കന്നാല് ബാക്കി കിടപ്പുണ്ട്. അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ബാക്കി 35, 15 രൂപ മുതൽ 35,000, 40,000 രൂപ വരെ മാടുണ്ട്. വളർത്തൂട്ടിലാണ് വളർത്ത കന്നാലിയുണ്ട്. ഇറച്ചി കുറവായിരുന്നു. ഇറച്ചി കിടാവ് കുറവായിരുന്നു. എന്നാലും ഇറച്ചി കിടാവ് 5-6 എണ്ണം ഉണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തു. എത്ര കിലോ ഇറച്ചി കിട്ടുന്നത്? 100 കിലോയ്ക്ക് മേളിലോട്ട് 125, 130, 140 കിലോ ഉള്ള 2-3 ഉള്ളൂ. അന്ന് 2 കന്നാലേ ഉള്ളൂ. ബാക്കി ഇനിയിപ്പോ ഇത്രയും കുട്ടികളെ ഉള്ളൂ. ഇത്രയും കന്നുകളുണ്ട്. ഇന്ന് എത്ര ഇന്ന് 2 ലോഡ്. കുട്ടികൾ മാത്രമായിട്ട്. മാത്രമായിട്ട്. കുട്ടികൾക്കാണ് ഇപ്പൊ കൂടുതൽ ആവശ്യക്കാർ. അത് ഇപ്പൊ കന്നാല് പൊടിമാട്ടിനാണ് ആവശ്യക്കാർ. ഇപ്പൊ ചൂടൊക്കെയാണ് വില കുറവാണ്. തൃശ്ശൂര്, ആലപ്പുഴ എന്നൊക്കെ വന്ന് തൃശ്ശൂരിൽ നിന്ന് 2 പാർട്ടി ഒന്ന് 40 എണ്ണം കൊണ്ടുപോയി. കച്ചവടക്കാർ നമ്മളെ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ വരണം. അവർക്ക് മാന്യമായ രീതിയിൽ കൊടുക്കുന്നുണ്ട്. അവർ കൊണ്ടുപോയി വിറ്റിട്ട് വീണ്ടും വരും. മറിച്ച് കച്ചവടക്കാർ അവർക്ക് ഒരു മാട്ടിന്റെ പുറത്ത് ചെലവ് കഴിഞ്ഞ് 1000-2000 രൂപ കിട്ടും. ചെലവ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് വണ്ടി വാടകം കഴിഞ്ഞവരെ കിട്ടും. അതുകൊണ്ടാണ് അവർ നമ്മളെ തേടി വരണത്. സ്ഥിരമായിട്ട് വരുന്നല്ലേ? അതെ അതെ. ഇത്ര കുട്ടികളേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം വരെ ഉണ്ട്. 8 മണി വരെ ഉണ്ട്. തിങ്കളാഴ്ച ഉച്ചവരെ. തിങ്കളാഴ്ച 12 മണി വരെ കാണും. ഇനി അടുത്ത ആഴ്ച ലോഡ് വരും. ഇനി അടുത്ത ആഴ്ച ലോഡ് വരും. അടുത്ത ആഴ്ച 3 ലോഡ് കന്നാലി വരും. വളർത്തുകുട്ടികൾ. അത് കൂടാതെ പിന്നെ ഇറച്ചി പോത്തുകൾ അല്ലേ? പിന്നെ ഇറച്ചി പോത്ത് കാളയും വരും. കാളയുണ്ട്. കാള ഉണ്ടായിരുന്നു. ഇടയ്ക്കില്ലായിരുന്നു. ഇടയ്ക്കില്ലായിരുന്നു. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഒരു ലോഡ് കാള വരും.